ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വിഷിയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ബുക്കിൻ്റെ പേജാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടാക്കി മടക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് വേണ്ട ഡ്രോയിങ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഈ ഹലോ കിറ്റിയാണ് ചാൻഡ്രോ.ടീമിലെ. ഞാനവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം. ഏത് കാർട്ടൂൺ വേണമെങ്കിലും വരയ്ക്കാം. ഇതാണ് എൻ്റെ ഹലോ കിറ്റി. ഇനി നമ്മൾക്ക് ഇതിന് കളറൊക്കെ കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ സ്കെച്ചാണ് ടോപ്പിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെയും തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഹലോ കിറ്റിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ തിരഞ്ഞെടുക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഹലോ കിറ്റിക്ക് ഞാൻ എൻ്റെ ഹലോ കിറ്റിക്ക് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ യെല്ലോ ഫ്രോക്കാണ് ഹലോ കിറ്റിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും കൊടുക്കുന്നതും. ഇതുപോലെ യെല്ലോ കളറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഇതുപോലെ ഞാൻ യെല്ലോ ഫില്ലാക്കി കഴിഞ്ഞതിന് ശേഷം റിബണിന് കൊടുക്കുന്നുണ്ട്. ഹലോ കിറ്റിയുടെ തലയിലുള്ള റിബണിനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റിബണിന് വൃത്തിക്ക് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കളറ്. ഇതുപോലെയാണ് ഞാൻ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കളർ കൊടുക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളു കേട്ടോ കളർ അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ വൈറ്റ് പോർഷൻസൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കളർ അടിച്ചത് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ട് കേട്ടോ കളർ അടിക്കാൻ ഇനിയും. അങ്ങനെ കുറച്ചുകൂടി കളറൊക്കെ അടിച്ചിട്ട് ഞാൻ കാണിക്കാം. പിന്നെ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടല്ലോ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ സീരീസ് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. തുടങ്ങണോ വേണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ സീരീസ് എന്നല്ല, ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഇടുന്നുണ്ട്. വേണോ വേണ്ടതെന്ന് അറിയാം. ഏത് തീമിലാണ് ഉണ്ടാക്കണ്ടേ എന്നൊന്നും പറയാം കേട്ടോ. ഇനി ഞാൻ ആ ഡ്രസ്സിൻ്റെ ടോപ്പ് ഭാഗത്ത് കുറച്ച് തിക്കായിട്ടുള്ള വള്ളി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ മറന്നുപോയി. അപ്പം ഞാനതൊന്നുകൂടി വരച്ച്, പക്ഷെ നോക്കിയല്ലല്ലോ വരച്ചത്. അതിൻ്റെ ഒരു ഇതില്ലായ്മയായിപ്പോയി, ഒരു രസമില്ലാണ്ടായി. ഇതുപോലെയാണ്. ഇനി നമുക്ക് ആ ബോക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോക്കാണ് നമുക്ക് കളർ എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ പിങ്കും റെഡും ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ റെഡ് വെച്ച് ബോർഡർ കൊടുക്കും. അപ്പോൾ പിങ്ക് ഒന്ന് നീക്കുക. ഞാൻ റെഡ് വെച്ചാണ് ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബോർഡർ എന്ന് വെച്ചാൽ ആ റിബണിൻ്റെ ഔട്ട്ലൈൻ. എന്നിട്ട് അവിടെ രണ്ട് റൗണ്ട് ഉണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും. ആ 2 റൗണ്ടിന് ഞാൻ കളർ കൊടുക്കും റെഡ് വെച്ചിട്ട്, വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ അങ്ങോട്ട് പിങ്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഉള്ളിലുള്ള വട്ടത്തിന് ഞാൻ കളർ കൊടുക്കുന്നില്ല. കണ്ടറിയാം, പിങ്ക് വെച്ച് ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഔട്ട്ലൈൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ രസത്തിന് വേണ്ടിയാണ്. ഞാൻ കണ്ടതുപോലെയല്ല ചെയ്യുന്നത്. ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലൈൻ ബോർഡർ കൊടുത്തത്. ഇപ്പം ഞാനത് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കഴിഞ്ഞ കേട്ടോ. ഞാൻ കാണിക്കാം. ഇതുപോലെയാണ് ഞാൻ ബോർഡറും കൊടുത്ത് കളർ അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബ്ലഷ് കൊടുക്കാം. ആ 2 വട്ടമുണ്ട് ചെറുതായിട്ട്, അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോ. ആ 2 വട്ടത്തിൽ നമുക്ക് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളർ കൊടുക്കാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കളർ എടുക്കുന്നത്.
ഞാൻ നേരത്തെയും പറഞ്ഞു. ഇത് ആദ്യം നമുക്ക് പിങ്ക് മാറ്റാം. ഇനി നമുക്ക് ഔട്ട്ലൈനിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഔട്ട്ലൈനായിട്ട് ഞാൻ കൊടുക്കുന്നത് ബ്ലാക്കാണ്. ഞാൻ ആ ബോക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല ബ്ലാക്ക്, ഞാൻ ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്ന ബ്ലാക്കാണ്. ഇനി നമുക്ക് ചെവിക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഇതുപോലെ ഞാൻ ഫേസിന് കൊടുക്കുന്നു. ഫേസിനും ഡ്രസ്സിനും കയ്യിനും കാലിനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ മൂക്കിനൊക്കെ കൊടുക്കുന്നുണ്ട്. ബ്ലഷിന് കൊടുക്കുന്നില്ല. ബ്ലഷിനും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ ബോക്ക് മാത്രം കൊടുക്കാത്തത്, നമ്മൾ ആദ്യമേ ബോ വെച്ചിട്ട് നമ്മൾ കളറ് ചെയ്തിട്ടുമുണ്ട്, പിന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ, റെഡ് വെച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഫേസ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ഇതുപോലെ ഞാൻ അത് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ വെച്ച് കേൾക്കുന്നത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുമ്പോൾ ലാഗാവുമെന്നൊക്കെ, എഡിറ്റ് ചെയ്യുമ്പോൾ ലാഗാവുമെന്ന് വെച്ച് വിചാരിച്ചു. പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ലാഗൊന്നും ആയില്ല, പക്ഷേ ശ്വാസം കിട്ടുന്നില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഒച്ച ASMR പോലത്തെ. ഇനി നമുക്ക് അതൊന്ന് ഫില്ലാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പൂച്ചയുടെ പോലെയുള്ള ഹലോ കിറ്റി ഇരിക്കുന്നത്, അതുപോലെ പൂച്ചയുടെ ഫേസ് പോലെയുള്ള ഹലോ കിറ്റിയുടെ ഫേസ്. അപ്പോൾ 3 മീശ പോലത്തെ സാധനമില്ല, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ വട്ടം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ. എന്നിട്ട് മുകളിലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. കളറല്ല, ഔട്ട്ലൈനാണ്. ഇനി നമുക്ക് ഡ്രസ്സിലോട്ടേക്ക് കടക്കാം. ഡ്രസ്സിലോട്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമറ തിരിച്ച് വെച്ച് ചെയ്ത്, അതുകൊണ്ടാണ് ഒന്ന് കാണാണ്ടായത് ഗൈസ്. ഇതുപോലെ ഡ്രസ്സും ചെയ്ത് ഫേസും ചെയ്ത് ഇനി നമുക്ക് കണ്ണ് ചെയ്യാം. കണ്ണിന് ആ അറ്റത്തും ഈ അറ്റത്തുമായിട്ട് നമുക്ക് വരയ്ക്കാം. ഈ കണ്ണ് നമുക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ഈ എഡ്ജിലും കണ്ണിൻ്റെ മുകളിലത്തെ എഡ്ജിലും താഴത്തെ എഡ്ജിലും ഒരു കുഞ്ഞു വട്ടം വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ ബാക്കിയുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കണ്ണ് പോലെ ആവും കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ കണ്ണ് ചെയ്ത് കൊടുക്കുക. ആദ്യം മുകളിലത്തെ ഭാഗത്തും മുകളിലത്തെ എഡ്ജിൽ ഒരു കുഞ്ഞി സർക്കിൾ വരയ്ക്കുക, അടിയത്തെ എഡ്ജിൽ ഒരു കുഞ്ഞി സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം. ഞാനൊരു ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് യെല്ലോ ഇതൊക്കെ എടുത്ത് മാറിപ്പോയതാണ്. ഇനി നമുക്ക് റബ്ബർ എടുക്കാം. റബ്ബർ എടുത്തതിന് ശേഷം നമ്മൾ വരച്ച ഔട്ട്ലൈനൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം റബ്ബർ എടുക്കുക. നമ്മളൊരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മുകളിലാണല്ലോ ഇത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ പെൻസിൽ ഡ്രോയിങ് മായ്ച്ചാളെ, അതിൻ്റെ മുകളിൽ കൂടി വരച്ച് കഴിഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് മായും. നമുക്കിത് മായ്ച്ചാളയാം. ആ റബ്ബറാണ് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ പൊടി പോലത്തെ സാധനങ്ങളൊക്കെ കളയാം. ഞാൻ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഭാഗങ്ങളാണ്. ഇതാണ് നമ്മളെ ഹലോ കിറ്റി. എനിക്കധികം ഇഷ്ടമായില്ല, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എനിക്കറിയാം. ഇനി നമുക്ക് ഈ ഭാഗം ഇവിടെ നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്യുക. ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഫെവിക്കോള് എടുത്തിട്ട് എൻ്റെ ഫെവിക്കോൾ തീരാറായി, അതുകൊണ്ടാണ് മുകളിലും അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും നമുക്ക് കൊടുക്കാം. അടിഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കുന്നില്ല, കാരണം അടിഭാഗത്ത് നമുക്ക് വേണ്ട പഞ്ഞി ഇട്ട് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടിഭാഗത്ത് ഇതാക്കുന്നില്ല എന്ന് പറഞ്ഞത്. പഞ്ഞി ഇതിട്ട് കൊടുക്കാമല്ലോ. ഇനി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ കയ്യിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. എഡ്ജ് ഭാഗം ഇതുപോലെ തേച്ച് കൊടുക്കാം.
കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഞാൻ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അപ്പോൾ കുറച്ചും കൂടി ഈർപ്പം തട്ടാതിരിക്കും. ഇത് ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം തന്നെ ആ സൈഡ് ഭാഗം ഇരിക്കുന്നുണ്ടല്ലോ അതുപോലെ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഭാഗങ്ങൾ പശ തേച്ച ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കാട്ടുന്ന പോലെ ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് സെല്ലോ ടാപ്പിൻ്റെ കളിയാണ് ഇനിയുള്ളത്. നമുക്ക് ഇനി ബാക്ക് വശം ഒന്ന് ശരിയാക്കിയിട്ട് വേണം സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാൻ. ബാക്കിലെല്ലാം പശ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തടിച്ചളയാം കേട്ടോ. സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പണിയാവും. എന്നിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് അങ്ങനെ നമ്മൾ സെല്ലോ ടാപ്പ് എടുക്കാം കേട്ടോ. ഞാൻ കാണിക്കുന്ന പോലെ സെല്ലോ ടാപ്പ് എടുക്കാം. ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല സെല്ലോ ടാപ്പ് വെച്ചിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. എന്നാൽ അതിന് മാത്രമുള്ള സെല്ലോ ടാപ്പ് എൻ്റെ കയ്യിലില്ല. 20 സെല്ലോ ടാപ്പാണ് ഉള്ളത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണിച്ചു തരാം. അല്ല, ഞാൻ ഒന്ന് കൈയൊക്കെ ഇട്ട് സെറ്റാക്കി നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഞാൻ ഉള്ളിലേക്ക് കയറുന്ന പോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്, നിങ്ങൾക്ക് അങ്ങനെ എടുത്തരാന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷെ അതെവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, വീഡിയോ കളഞ്ഞെന്നൊക്കെ തോന്നുന്നു. ഇതുപോലെ നമുക്ക് എടുക്കാം. ഒട്ടിക്കുമ്പോൾ ഇല്ലേ, ഇങ്ങനെ ഒരു കാര്യം പറയാം, ഒട്ടിക്കുമ്പോൾ കുറച്ചധികം സാധനം പുറത്തേക്ക് വയ്ക്കാം. അതെന്ന് വെച്ചാൽ പിറകു വശത്ത് കൂടി ഒട്ടിക്കാനാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആവശ്യത്തിന് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു കുഞ്ഞു കത്രികയായിരുന്നു, അത് കട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ വെയിലത്തെടുത്തതാണ്. നമുക്ക് പിറകു വശം ഒന്ന് തിരിക്കാം. അവിടെ ഒന്ന് ഒട്ടിപ്പിടിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എനിക്ക് പറ്റണത് ഞാൻ വലിച്ചപ്പോൾ ഇത് നോക്ക്, എൻ്റെ പേപ്പറിൽ പടി അത് ഇളകി വന്നു. ഞാൻ ഒട്ടിച്ചേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലെ സെല്ലോ ടാപ്പിൻ്റെ സെല്ലോ ടാപ്പ് എടുക്കുമ്പോൾ നിങ്ങളിത് സൂക്ഷിക്കുക കേട്ടോ, അല്ലെങ്കിൽ എന്നെ പോലെ പണി കിട്ടും. ഞാൻ എന്നിട്ട് അതിങ്ങനെ തന്നെ തിരിച്ചൊട്ടിച്ച് വെച്ചു. ഇത് പിന്നെയും ഇളകി വരായിരുന്നു. നമുക്ക് തിരിച്ച് വയ്ക്കാം. കണ്ടോ, ഇത് പിന്നെയും ഇളകി എന്ന് പറഞ്ഞാൽ ഞാനധികം ഇതാക്കാൻ പോയില്ല. ഇതാണ് കുഞ്ഞു കത്രിക. അത് വെച്ച് യൂസ് ആക്കിയപ്പോൾ ശരിയായില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതാക്കിയിട്ട് ആണ് കീറിക്കളഞ്ഞത്. ഞാൻ വലിച്ചൊക്കെ നോക്കി, പക്ഷെ കീറുണ്ടായില്ല. എന്നിട്ട് ഞാൻ കത്രിക എടുത്തു, എന്നിട്ട് ആ എഡ്ജ് മുറിച്ച് കൊടുത്തു. ശരിയായിട്ടോ. എന്നിട്ട് നമുക്ക് ഇതിവിടെ അതൊന്നൊന്നുകൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ നമുക്കിതൊന്ന് തിരിക്കാം. എന്നുവെച്ചാൽ ബാക്ക് എടുക്കാം. ബാക്ക് ഭാഗം എടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ആ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളെ ബാക്കിലേക്ക് മടക്കി ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ബാക്കും കൂടി ഒട്ടിക്കിട്ടും. അപ്പോൾ പിന്നെ കുറച്ചും കൂടി സേഫ്റ്റി ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് സൈഡും മോൾ ഭാഗവും കൂടി ചെയ്തു കൊടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലയർ അടിക്കാം. പക്ഷേ സ്റ്റാപ്ലയർ അടിച്ചു കഴിഞ്ഞാൽ അലമ്പാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാപ്ലയർ അടിച്ചത്. ഒരെണ്ണം അവിടെ ഒട്ടിപ്പോയി. എന്നിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞു പീസ് ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ഇങ്ങനെ കീറിപ്പോയ ഭാഗമില്ല, അവിടെ കൊന്നൊട്ടിച്ച് കൊടുക്കാം. ആ ദൃശ്യങ്ങളാണ് ഞങ്ങളിവിടെ കാണുന്നത്. നമ്മളെ മേൽഭാഗം കൂടി ഒട്ടിക്കാനായിട്ട് സെല്ലോ ടാപ്പ് വെച്ച് തന്നെ ഞാൻ ഒട്ടിക്കുന്നത്. നമുക്ക് നമ്മളുടെ ആ ഒരു മേൽഭാഗം കൂടി ഒട്ടിക്കാം. ഇതുപോലെ ആയിരിക്കും സൈഡ് പിരിക്കുന്നത്. ഇനി നമുക്ക് ആ മോൾ ഭാഗം ഒട്ടിക്കാനും സെല്ലോ ടാപ്പ് തന്നെ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് ഇല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. മാസ്ക് ടാപ്പായാലും കുഴപ്പമില്ല. ഒന്നും യൂസ് ചെയ്യണ്ട. പശ മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഉണക്കാൻ വെച്ചാൽ മതി. പക്ഷെ പശ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ പൊട്ടിപ്പോരോ എന്നുള്ള കാരണം ഞാൻ സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് ഞാൻ പറയുകയാണെങ്കിൽ
നിങ്ങൾക്ക് പശ മാത്രം ഒട്ടിച്ചാലും അധികം എനിക്ക് ഇങ്ങനെ ഞെക്കണ്ട, പൊട്ടിപ്പോരും. സെല്ലോ ടാപ്പ് ഇല്ലാത്തവർ മാസ്കിൻ ടാപ്പായാലും കുഴപ്പമില്ല. മാസ്കിൻ ടാപ്പും സെല്ലോ ടാപ്പ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊന്ന് എഡ്ജിൽ ഇതുപോലെ ആക്കി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. ഇനി നമുക്കിതൊന്നും വെട്ടിക്കൊടുക്കാം ഇതുപോലെ. ഇപ്പം നന്നായിട്ട് വെട്ടി, നേരത്തെ വന്നപ്പോൾ വെട്ടിയില്ല. ഇതാണ് ആ പരിപാടി. ഇത് ഞാൻ പിന്നെ ഒട്ടോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്കാട്ട്. നമുക്ക് തിരിച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് കൈയിടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പേസ് ഉണ്ടോ നോക്കിയിട്ടുണ്ട്. നിങ്ങളതുപോലെ കൈയിട്ടിട്ട് സ്പേസ് ഉണ്ടോ നോക്കുക കേട്ടോ. സ്പേസ് ഉണ്ടോയെന്ന്. ഞാൻ അതാണ് ഇവിടെ നോക്കുന്നത്. സ്പേസൊക്കെ ഉണ്ട്. നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ കൈയിട്ട് നോക്കുകയാണ് സ്പേസ് ഉണ്ടോയെന്ന്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിങ്ങനെ കൈയിട്ടിട്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പം പൊന്തി വരുന്നത് എൻ്റെ ഹാൻഡാണ്, എൻ്റെ കൈയാണ് ഞാനവിടെ ഇങ്ങനെ ഇട്ട് പഠിച്ചത്. ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ പോകുന്ന പോലെയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് മാറിയത്. ഇങ്ങനെ ആറിയത്. ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ക്ലാരിറ്റി കുറവുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് കയറ്റി കാണിച്ച് തരാമെന്ന്. ഞാൻ ഈ ഫോണ് അതിനുള്ളിൽ കയറ്റാണ്. ഇതുപോലെ ഇത്ര സ്പേസ് ഉണ്ട്. ഞാൻ ഇറക്കുകയാണ് കേട്ടോ. ഇത് ഇറക്കുകയാണ്. ഫോൺ ഒന്നും തിരിയുന്നില്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നഖത്തി പിടിച്ചിട്ട് ഫോണിൽ സ്പേസ് കാണിക്കുകയാണ്. ഇത്ര സ്പേസ് ഉണ്ട്. ഒരു ഫോണൊക്കെ കയറിയിരിക്കാവുന്ന സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറ് മടക്കണ രീതിയാണ് കാണിക്കുന്നത്. അത് മടക്കിയിട്ട് നമുക്കിത് വെട്ടിയിട്ട് ഇതിനുള്ളിൽ വെക്കാം കേട്ടോ. എനിക്കിതിലൊരു ഷീറ്റിൽ പറ്റിപ്പോയി. അതിങ്ങനെ സൈഡിലേക്ക് മടക്കാം. പിന്നെ നമുക്കത് രണ്ടാമത് ഈ സൈഡിലേക്ക് മടക്കാം. പിന്നെ നമുക്കത് മൂന്നാമതായിട്ട് മടക്കുക ഈ സൈഡിലേക്ക്. അത്ര ഉള്ളൂന്ന് ചേരിക്കേണ്ട. ഇത് അഴിഞ്ഞൊരുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടി മടക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ അല്ല, ഒന്നും കൂടി മടക്കുക. അപ്പോൾ അതൊന്ന് അഴിഞ്ഞു വന്നു. പിന്നെ ഞാൻ വെട്ടാൻ നോക്കി, പിന്നെ മടക്കി വെച്ചിട്ട് ആ വെട്ടുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് വെട്ടാൻ മര്യാദക്ക് പറ്റുന്നില്ല. ഒന്നാമത് ഇത് കീറിയതാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയി, നമുക്ക് പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി യൂസ് ചെയ്യാം കേട്ടോ. ടോയ്സിൻ്റെ പഞ്ഞി, ചില ടോയ്സിൻ്റെ പഞ്ഞി സോഫ്റ്റാണ്, അത് പറ്റില്ല കേട്ടോ. അത് യൂസ് ചെയ്താൽ നമുക്ക് പദം കിട്ടത്തില്ല. നമുക്ക് പ്ലാസ്റ്റിക് കവറോ പഞ്ഞിയോ കടലാസോ യൂസ് ചെയ്യാം. വേസ്റ്റ് പേപ്പർസൊക്കെ ആയാലും നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ആ പ്ലാസ്റ്റിക്കൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. എത്ര കയറ്റിയിട്ടും ഒന്നും തിരിയുന്നില്ല. അതുകൊണ്ട് ഞാനതൊന്ന് കയറ്റി തിരിച്ച് വെച്ചിട്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ട് മടക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ട് മടക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇവിടെയും അതുപോലെ സെല്ലോ ടാപ്പ് അടിച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ തിരിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ബാക്കി സ്പേസ് കുറേ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ആ മടക്കിയ ഭാഗത്ത് സെല്ലോ ടാപ്പ് അടിക്കാം. സെല്ലോ ടാപ്പ് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെയാണ് സെല്ലോ ടാപ്പ് ഞാൻ ആക്കുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും പിടികിട്ടും. അങ്ങനെയാണ് നമ്മൾ സെല്ലോ ടാപ്പ് ആക്കുന്നത്. അപ്പോൾ ഇത്ര ആയിട്ട് ഇതായിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്നിട്ട് സെല്ലോ ടാപ്പ് അതിനനുസരിച്ചാക്കുക. ഇത്ര ആക്കിയിട്ട് നമുക്കൊന്ന് നെക്കിയൊക്കെ നോക്കാം കേട്ടോ.
അപ്പം അതുകൊണ്ട് നെറ്റി പൊട്ടിക്കാനൊക്കെ പറ്റുമോന്ന്. ഓക്കെ, ഇതിൽ ഞാൻ സെല്ലോ ടേപ്പ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പേപ്പർ ഡ്രോയിങ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെയാണ് എൻ്റെ സാധനം. നല്ലോണം ഉണ്ട്. നമ്മൾ തിക്കായിട്ട് പ്ലാസ്റ്റിക് കവർ കയറ്റി കഴിഞ്ഞാൽ, പഞ്ഞിയോ പ്ലാസ്റ്റിക് കവറോ പേപ്പറോ കയറ്റി കഴിഞ്ഞാൽ, പേപ്പർ കയറ്റിക്കഴിഞ്ഞാൽ തിക്കുള്ള പേപ്പർ വേണ്ടിട്ട് കുറച്ച് കട്ടി കുറഞ്ഞത്. തിക്കായാലും അധികം ഇതുണ്ടാകില്ല, കട്ടി കുറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല. ഈ തുണി എന്ന് പറയുമ്പോൾ തുണിയും നമുക്ക് വെക്കാം കേട്ടോ. തുണി എന്ന് പറയുമ്പോൾ പഴയ നൈറ്റ് തുണി, നമ്മുടെ അങ്ങനെ വേണ്ടാത്ത പൊട്ടത്തുണികൾ ഉണ്ടാവില്ല, പഴയത്, അതായാലും വെക്കാം. പക്ഷെ അധികം വെച്ച് കഴിഞ്ഞാൽ അധികം ഇതുണ്ടാവില്ല. ഇതുപോലെയാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇത് തന്നെ എത്ര കളേഴ്സ് യൂസ് ആക്കിയിട്ടുണ്ടോ, എന്തൊക്കെ യൂസ് ആക്കിയിട്ടുണ്ടോ അതാണ് വെച്ചിരിക്കുന്നത്. മഞ്ഞ, യെല്ലോ കളർ യൂസ് ചെയ്തിട്ടുണ്ട്.